ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ തമ്മിൽ ചോദിക്കുന്നത്, സി പി എംകാരോടും ബി ജെ പിക്കാരോടും ഒക്കെ ചോദിക്കുന്നത്, മറ്റ് പാർട്ടികളിലും ഉണ്ടല്ലോ സ്ത്രീ പീഡകർ, അവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പതിത്വമാണ് പാവം രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്നാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ തുടങ്ങാം. കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് എം വിൻസെൻറ്റ്, കോവളം എം എൽ എ ആണ്. വിൻസെൻറ്റിനെതിരായിട്ട് ഒരു സ്ത്രീ പീഡനത്തിന് ആരോപണം ഉന്നയിച്ചു, പോലീസ് കേസെടുത്തു, വിൻസെൻറ്റിനെ അറസ്റ്റ് ചെയ്തു. ജാമ്യം കിട്ടാതെ വിൻസെൻറ്റ് ഏതാണ്ട് 2 ആഴ്ചയോ മറ്റോ ജയിലിൽ കിടക്കേണ്ടതായിട്ട് പോകും. പിന്നീട് വിൻസെൻറ്റിന് ജാമ്യം അനുവദിച്ചു. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പം നെഞ്ചു വിരിച്ച് നടക്കുക. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു, വീണ്ടും എം എൽ എ. അങ്ങനെ 2ാം തവണ എം എൽ എ ആയിട്ടിരിക്കുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും മിക്കവാറും വിൻസെൻറ്റിന് തന്നെ കോവളത്ത് സീറ്റ് കൊടുക്കും. അദ്ദേഹം വീണ്ടും മത്സരിക്കും, മിക്കവാറും ജയിക്കും അല്ലെങ്കിൽ തോക്കും. രണ്ടായാലും വിൻസെൻറ്റിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊന്നും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയില്ല. വിൻസെൻറ്റിനെതിരെ പരാതിയുണ്ട്, FIR ഉണ്ട്, അറസ്റ്റുണ്ട്, ജാമ്യമുണ്ട്, കുറ്റപത്രവുമുണ്ട്, വിചാരണ തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമാണ്. ഇതാണ് വിൻസെൻറ്റിൻ്റെ അവസ്ഥ. ഇനി ഞങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനായ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം നോക്കിയാൽ മതി. കുന്നപ്പള്ളിക്കെതിരായിട്ട് പരാതിയുണ്ട്, FIR ഉണ്ട്, അറസ്റ്റ് ചെയ്യുന്നതിനോട് പുള്ളി മുൻകൂർ ജാമ്യം എടുത്തു. ആ മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ ഇങ്ങനെ റോട്ടിലിറങ്ങി നടക്കുക. അവിടെയും പരാതിയുണ്ട്, FIR ഉണ്ട്, കേസുണ്ട്, ചാർജുണ്ട്. പക്ഷേ കുന്നപ്പള്ളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയില്ല, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. കുന്നപ്പള്ളിയും ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കും, യാതൊരു കുഴപ്പമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലെ കാര്യം ഞാൻ പറയണ്ടല്ലോ. BJPയിലെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. അവർക്ക് പിന്നെ MLA മാരും MP മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ല. ഒരു സ്ത്രീയുടെ തോളത്ത് കൈവച്ച സുരേഷ് ഗോപി ഇപ്പോഴും അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ട്. പക്ഷേ പുള്ളി വെറും പാർലമെൻറ്റ് മെമ്പർ മാത്രമല്ല, കേന്ദ്രമന്ത്രി കൂടിയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് എന്തുകൊണ്ട് രാഹുലിന് മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, രാഹുലിനോട് VD സതീശനോ അല്ലെങ്കിൽ സണ്ണി ജോസഫിന് എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടാണോ? അല്ല. വിരോധം ഉണ്ടെങ്കിൽ അവർ അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ട് കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കില്ല. പാലക്കാട്ട് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടല്ല. പത്തനംതിട്ടയിൽ നിന്ന് രാഹുലിനെ ഇറക്കുമതി ചെയ്തത്. രാഹുലൊരു യോഗ്യനാണ്, യൂത്തിൻ്റെ പ്രസിഡൻ്റാണ്, പിന്നെ സുന്ദരനാണ്, സുമുഖനാണ്, സുസ്മേരവദനാണ്, ഇംഗ്ലീഷ് അറിയുന്ന ആളാണ്. ഇതൊക്കെ പരിഗണിച്ചിട്ടാണ്. പക്ഷേ അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ, വടക്കൻ പറവൂരിലുള്ള ഒരു സിനിമാ നടി താരതമ്യേന ലഘുവായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടല്ല സതീശൻ ഇദ്ദേഹത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ അനവധി പരാതികൾ കാലാകാലങ്ങളായിട്ട് KPCC പ്രസിഡൻറ്റിന് മുമ്പിലുണ്ട്, പ്രതിപക്ഷ നേതാവിന് മുമ്പിലുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുടെ മുമ്പിലുണ്ട്, ഹൈക്കമാൻഡിന് മുമ്പിൽ പോലുമുണ്ട്. ഒരു പാർലമെൻറ്റ് മെമ്പറായിരുന്ന മാന്യ വ്യക്തിയുടെ മകൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിന് ശേഷം പുള്ളി അതിൽ നിന്ന് പിന്മാറി എന്ന പരാതി പോലും AICCയിലുണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതൊക്കെ പതിവായതുകൊണ്ട് AICC അതിൻ്റെ പുറത്ത് നടപടിയൊന്നും എടുത്തില്ല, KPCC നടപടി എടുത്തില്ല. അതൊക്കെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരും എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാറ്റിവെച്ചേക്ക് ഈ പരാതിയുടെ പുറത്തൊരു പേപ്പർ വെയിറ്റ് കയറ്റി വെച്ചു. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ പറവൂർക്കാരിയായ സിനിമാ നടിയുടെ പരാതി വരുന്നത്. അതിൻ്റെ പുറകെ ഈ മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെ പല പരാതികൾ പല ഭാഗത്തു നിന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് സതീശൻ്റെ കാര്യം മനസ്സിലായി, ഈ ചെറുക്കനെ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ പുലിവാലാവും. ഈ കൊല്ലം അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അടുത്ത കൊല്ലം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വരുന്നു. ഇപ്പോൾ LDFന് മേൽ UDFന് നല്ല മേൽക്കൈയുള്ള സമയമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുകയാണ് ചെയ്തത്. പുള്ളി രാജിവെച്ചില്ല, അത് വേറെ കാര്യം. ഇപ്പോഴും അങ്ങനെ MLA ആയിട്ട് തുടരുന്നു. നിയമസഭ കൂടുമ്പോൾ അദ്ദേഹം ഈ ഒറ്റമരത്തിൽ കുരങ്ങൻ എന്ന് പറഞ്ഞ പോലെ ഇരിക്കേണ്ടി വരും. പ്രതിപക്ഷത്തുമല്ല ഭരണപക്ഷത്തുമല്ല, അങ്ങനെ തുടരേണ്ടതായിട്ട് വരും. മാത്രമല്ല പുള്ളിക്ക് പാലക്കാട്ടേക്ക് പോകാൻ പറ്റിയില്ല, ആളുകൾ മുഖത്ത് നോക്കി കാർക്കിച്ചു നോക്കും. പുള്ളിക്ക് നിയമസഭയിൽ പോകാൻ പറ്റുമോ? അതും പറ്റില്ല. അവിടെ DYFIക്കാർ SFIക്കാരൊക്കെ ഇദ്ദേഹത്തെ വഴിയിൽ തടയും. അങ്ങനെ എങ്ങുമല്ലാതെ പുള്ളിക്ക് അടൂര് സ്വന്തം വീട്ടിൽ ഇരിക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. MLA സ്ഥാനം രാജിവെച്ചെങ്കിൽ ഇത്ര വലിയ നാണക്കേടുണ്ടാവില്ല. അങ്ങനെ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി തുടരുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ രാജിവെപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അതുമല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൻ്റെ രഹസ്യം ഇത്ര തന്നെ ഉള്ളൂ. ഇതറിയാൻ പാടാത്ത ആളുകളാണ് ഇങ്ങനെ രാഹുലിന് നീതി കിട്ടിയില്ല, രാഹുലിനോട് ചോദ്യം ചോദിച്ചില്ല, രാഹുലിന് ഷോ കോസ് കൊടുത്തില്ല, രാഹുലിന് കുറ്റപത്രം കൊടുത്തില്ല, രാഹുലിനെതിരെ എൻക്വയറി നടത്തിയില്ല എന്നൊക്കെ പരാതി കൊണ്ട് നടക്കുന്നത്. രാഹുൽ ചെയ്ത കുറ്റം എന്താണെന്ന് രാഹുലിനെ നന്നായിട്ടറിയാം.
രാഹുലിൻ്റെ കയ്യാളായിരിക്കുന്ന ഷാഫിക്കും അറിയാം, കോൺഗ്രസ്സിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം. അത് സതീശനും അറിയാം, ചെന്നിത്തലയ്ക്കും അറിയാം, മുരളീധരനും അറിയാം, സണ്ണി ജോസഫിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെയുള്ള നാറികളെ ഇനിയും സൂക്ഷിക്കാൻ പറ്റുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്, ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും രാഹുൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ, കോടതിയിൽ നിന്ന് പൂർണ്ണ ശോഭയോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.